എല്ലാവർക്കും ഡയറക്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാണിയത്ത് കെനൽസിലാണ്. ഡോഗ് കെനലിലാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാനായിട്ട് നമ്മളിന്ന് എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡോഗിനും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ഇതിൻ്റെ നടത്തിപ്പുകാരനായ സതീഷാണ് നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ സതീഷേട്ടാ നമ്മുടെ ഒരു ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം. സതീഷേട്ടാ, നമ്മുടെ ഒരു കെനലിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് ആയിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും. അത് നമ്മുടെ എത്ര കാലങ്ങളായി തുടങ്ങിയത്, ആ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുക്കും. 95 മുതലാണ് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പോൾ വലിയൊരു സംരംഭമായിട്ട് തന്നെ നിൽക്കുന്നത്. ഒരു 10-20 കൊല്ലത്തോളമായിട്ടുണ്ട്. 20 കൊല്ലത്തോളമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര ഡോഗുകൾ നമ്മുടെ ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ 27 ബ്രീഡുകളും എൻ്റെ കയ്യിലുണ്ട്. വെറൈറ്റി ബ്രീഡുകളായിട്ട് എണ്ണത്തിൽ എത്ര ഉണ്ടാവും? എൻ്റെയും ബോർഡിങ്ങും അതൊക്കെ ആയിട്ട് 150 താഴെ ഉണ്ടായിരിക്കും. 150 താഴെ ഡോഗുകളുള്ള ഒരു സ്ഥാപനമാണ് അത്. കെനലാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇന്ന് ഇത്രയും ഡോഗുകളുള്ള ഒരു കെനൽ കാണാൻ തന്നെ സാധിക്കില്ല. ഞാൻ കണ്ടിട്ടില്ല, എന്തായാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അപ്പം നിങ്ങൾക്ക് തീർച്ചയായും ഒന്ന് കാണേണ്ട ഒരു കെനൽ കൂടിയാണ് നമ്മുടെ കാണിയത്ത് കെനൽ. ഇവിടെ കെനലിൽ ഡോഗ് മാത്രമല്ല, പൂച്ചകളുണ്ട്, പ്രാവുകളുണ്ട്, കിളികൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ തന്നെയുള്ളൊരു ഫാമാണ്. ഒരുപാട് ഡോഗ്സ് നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ സതീഷ് ഇവിടെ ഒരു കെനൽ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് കെനലിനുള്ളിൽ കിടന്നാലോ, കെനലിനുള്ളിൽ കിടന്ന് ഓരോ ഡോഗിനെ പരിചയപ്പെട്ടാലോ. അപ്പോൾ ആ ഒരു കെനലിനുള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഈ ഒരു കെനൽ എന്തായാലും കാണേണ്ട ഒരു കെനൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് കെനലിൽ കിടന്ന ഓരോ ഡോഗിനും അവരുടെ ബ്രീഡിനും അവരുടെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എന്തായാലും അറിയാം. അപ്പോൾ നമുക്ക് കെനലിൽ കിടന്ന് ഓരോന്ന് കാണാം. എൻ്റെ പേര് സതീഷ് എന്നാണ്. തൃശ്ശൂർ കാണിയത്ത് കെനൽസ് എന്ന് പറഞ്ഞ ഒരു കെനൽ നടത്താം. ഓക്കെ, ചേട്ടൻ്റെ കയ്യിൽ എത്ര ഡോഗ്സ് ഉണ്ട്? എൻ്റെ കയ്യിൽ ഒരു 140 ഡോഗ്സ് ഉണ്ട്. ഇവിടെ 140 ഡോഗ്സ് ഉണ്ടല്ലോ. ഓക്കെ, അതിന്റെ എത്ര വെറൈറ്റി? 140 ഡോഗ്സിൽ നമ്മളിപ്പോ ഫസ്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഫസ്റ്റ് ഡോഗ് ഏതാണ് ചേട്ടാ? അത് നിയോപോൾട്ടിൻ മസ്റ്റിഫ്. നിയോപോൾട്ടിൻ മസ്റ്റിഫ് എന്ന് പറഞ്ഞ ഡോഗാണ്. ചേട്ടാ, നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടോ നിയോപോൾട്ടിൻ മസ്റ്റിഫ് എന്ന് പറഞ്ഞൊരു ഡോഗിനെ കുറിച്ച്? ഇതിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് ചേട്ടാ? ഇതിന്റെ ജന്മദേശം ഇറ്റലിയാണ് ജന്മദേശം. അതിന്റെ ലൈഫ് 8 മുതൽ 10 വയസ്സ് വരെ. 8 മുതൽ 10 വയസ്സ് വരെയാണ് ഇവരുടെ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ചേട്ടന്റെ കയ്യിൽ ഇപ്പൊ എത്ര കാലങ്ങളായി കിട്ടിയിട്ട്? ഇതിനെ കിട്ടിയിട്ട് എനിക്ക് 1 കൊല്ലമായിട്ടുണ്ട്. 1 കൊല്ലമായിട്ടുണ്ടല്ലോ കയ്യിൽ കിട്ടിയിട്ട്. ഇതിന്റെ കുട്ടികളെ കൂടെ കൊടുക്കാനുണ്ട്, കൊടുക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഈ ഒരു കെനലിൽ നിന്ന് ഈ ഒരു ഡോഗിന്റെ പപ്പീനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് വിളിച്ചു ചോദിച്ച് ഡീറ്റെയിൽ അറിയാം. പിന്നെ എന്തൊക്കെയാണ് നിയോപോൾട്ടിൻ മസ്റ്റിഫിനെ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? എങ്ങനെ ക്വാളിറ്റി നോക്കി മനസ്സിലാക്കി എടുക്കാം നമുക്ക്? അല്ല, അതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ പേരൻസ് നോക്കിയിട്ടാണ് എടുക്കാം. പിന്നെ അധികം ചൂട് പറ്റില്ല. പിന്നെ നല്ല ഭക്ഷണം കൊടുക്കുക, നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലത്ത് വളർത്താം. ഇതിനിപ്പോ നിയോപോൾട്ടിൻ മസ്റ്റിഫിന്റെ ഏതാണ് കളർ? ഇതിന്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 തരമുണ്ട്. ഹണി ഉണ്ട്, വേറെ ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് ഉണ്ട്. പ്രത്യേക ടൈപ്പ് കളറാണല്ലോ. ഇതിപ്പോ എത്ര ഏജ് ആയിട്ട് ചേട്ടാ ഈ ഡോഗിന്? ഇതിന് 14 മാസം. 14 മാസമായിട്ടുള്ളൂ. അപ്പോഴേക്കും ഈ ഒരു വലുപ്പം എത്തില്ലേ ഡോഗ്? ഇതിന് പിന്നെ ഈ ഒരു ഡോഗിന് ഹൈറ്റിലോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്? ഹൈറ്റ് ഇത്ര ഹൈറ്റ് വരണം അല്ലെങ്കിൽ അങ്ങനത്തെ? അല്ല, ഹൈറ്റും ഉണ്ട്. പിന്നെ അതിന്റെ ടീത്ത് നോക്കും, അതിന്റെ കളറ്, പിന്നെ കൈകാലിന്റെ വളവ്, അതൊക്കെയാണ് ഒബീഡിയൻസ് നോക്കണം. ഡോഗ് നോക്കുന്നത്. ഓക്കെ, ഇതിപ്പോ മെയിൽ ഡോഗ് ആണ്. മെയിൽ ഡോഗ് ആണ്. ഇതിന്റെ തന്നെ ഫീമെയിൽ 2 ഉണ്ട്. ഇനി ഒരു മെയിലും കൂടി വേറെ ഉണ്ടല്ലോ. 4 നിയോപോൾട്ടിൻ മസ്റ്റിഫ് ഉണ്ട്. ഇപ്പൊ ക്രോസിംഗിന് റെഡി ആയ ഡോഗ് ആണ്. പിന്നെ അത് കൊണ്ടുവരുന്ന നായപ്പോ ദൂരേന്നാണെങ്കിൽ ഇവിടെ നിർത്താനുള്ള ബോർഡിംഗ് സൗകര്യം ഉണ്ട്. അത് കഴിഞ്ഞ് മാറ്റ് ചെയ്തിട്ട് ഒഴിമാരി കൊണ്ടുപോയാൽ അതിനുള്ള സൗകര്യം. അപ്പൊ എന്തായാലും ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ബെസ്റ്റ് കിട്ടാവുന്നതിൽ വെച്ച് ബെസ്റ്റ് ക്വാളിറ്റി നിയോപോൾട്ടിൻ മസ്റ്റിഫ് തന്നെയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമ്മുടെ കയ്യിൽ ഇനി ഏതൊക്കെ ഡോഗ്സ് ആണ് ചേട്ടൻ്റെ കയ്യിലുള്ളത്? നമ്മുടെ ബെസ്റ്റ് ക്വാളിറ്റി ഡോഗ്സ് ഏതൊക്കെയാണ്? എൻ്റെ കയ്യിൽ സെന്റ് ബെർണാർഡ് ഉണ്ട്, സൈബീരിയൻ ഹസ്കി ഉണ്ട്, ബീഗിൾ ഉണ്ട്, ഫ്രഞ്ച് മാസ്റ്റിഫ് ഉണ്ട്, സൈബീരിയൻ ഹസ്കി പറഞ്ഞില്ല, പിന്നെ ഡാഷ്, പോമറേനിയൻ, ഡോബർമാൻ, റോട്ട് വീലർ, രാജപാളയം, അമേരിക്കൻ ബുള്ളിയുണ്ട്, അമേരിക്കൻ ഷെഫോർട്ടർ ഉണ്ട്, അമേരിക്കൻ ടെറിയർ ഉണ്ട്. ചെലവാകുന്ന ബ്രീഡുകളൊക്കെയാണ്. പിന്നെ എനിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇതിനേക്കാളും ബോർഡിംഗ് ഉണ്ട്. ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ പ്രളയം വന്നിട്ട് കഴിഞ്ഞ കൊല്ലം വന്നിട്ടുണ്ട്. ആ സമയത്ത് അത്യാവശ്യം കൊണ്ടുവന്നുള്ള സൗകര്യം ഉണ്ട്. പിന്നെ വല്ല വിവാഹവും മരണമൊക്കെ വന്ന സമയത്ത് കൊണ്ടാക്കാം, ടൂർ പോണ സമയത്ത് കൊണ്ടാക്കാം. എല്ലാവരുടെ സൗകര്യങ്ങളോട് കൂടി ഒരു കെനലാണ് നമ്മുടെ ഈ ഒരു കെനലിന്റെ പേരൊന്നുകൂടി പറയുമോ? എൻ്റെ കെനലിന്റെ പേര് കാണിയത്ത് കെനൽസ് ആണ്. എനിക്ക് ഉറപ്പ് തരാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇത്രയധികം ഡോഗിന്റെ കളക്ഷനുള്ള വേറെ ഒരു കെനൽ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടാവില്ല. നിങ്ങൾ തീർച്ചയായും വന്ന് കാണേണ്ട ഒരു കെനൽ കൂടിയാണ് നമ്മുടെ കാണിയത്ത് എന്ന് പറയുന്ന ഒരു കെനൽ. ഇതിൻ്റെ ഒരു മറ്റൊരു ബ്രീഡ് അമേരിക്കൻ ബുള്ളി. ഓക്കെ ഓക്കെ. ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ചേട്ടാ? സവിശേഷത നല്ല നായാണ്. അത്യാവശ്യം നല്ല ഗാർഡിങ്ങിന് പറ്റും. ഗാർഡിന് പറ്റിയ ഡോഗാണ്. നന്നായിട്ട് കുറയ്ക്കുന്ന ഒരു ഡോഗാണല്ലേ?
പിന്നെ ഇവനെ നമ്മൾ കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചേട്ടൻ അതിനെ പിടിച്ചു കൊണ്ടുവന്ന ഒരു സമയത്ത് നമ്മൾ കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹൈറ്റ് കുറഞ്ഞ് നമ്മൾ ശരിക്കും പഗ്ഗിന്റെ ഒക്കെ ഒരു തരം ഹൈറ്റ് ആണ് ഇതിന് വരുന്നത്. ഹൈറ്റ് കുറഞ്ഞ ഹെഡിന് നല്ല സൈസ്, അതാണ് ഇതിന്റെ ക്വാളിറ്റി. ഭംഗി അതിന്റെ ക്വാളിറ്റിയും അത് തന്നെയാണ്. നന്നായിട്ട് തിരിഞ്ഞിരിക്കണം, കൈകാലിന് വളയരുത്, കൈകാല് വളയരുത്, പിന്നെ ചെവി ക്രോപ്പ് നന്നായിട്ടുണ്ട്. ഇതെല്ലാം ഒത്തു വന്നപ്പോഴാണ് നല്ലത്. പിന്നെ ഇതിനെന്തൊക്കെയാണ് ചേട്ടൻ നമുക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി, ഇപ്പോൾ ഒരു പപ്പിനെ വാങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക? ഇതിന് ക്വാളിറ്റി ആണ്. ഇതിന്റെ ഫീമെയിലും കൂടി നോക്കിയിട്ട് നമ്മൾ എടുക്കണം, ക്വാളിറ്റി നോക്കണം. അതിന്റെ കുറച്ചും കൂടി നോക്കിയെടുക്കണമല്ലോ, നോക്കിയെടുക്കണമല്ലേ? വലിയൊരു സൈസ്, അതിന്റെ കളർ മാർക്കിംഗ് ഒരുപാട് കളറൊക്കെ ഉണ്ട്, ഒരുപാട് കളർ ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ ബ്ലാക്ക്, ഇതിന്റെ മെയിലും ഫീമെയിലും ചാനലുണ്ട് കയ്യിൽ? ഫീമെയിൽ ഉണ്ട്. ഫീമെയിൽ ഈ ഒരു മെയിലും കൂടിയാണ്. ഈ ഒരു മെയിൽ മാത്രമേ ഉള്ളൂ? ഫീമെയിലുണ്ട്. പിന്നെ പപ്പീസ് ഇവിടെ കൊടുക്കാനുണ്ട് കയ്യിൽ? കൊടുക്കാൻ ഇപ്പൊ കയ്യിലുണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് ചേട്ടാ നമ്മുടെ പുള്ളിക്ക് വരാവുന്ന എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ വലിയ അസുഖമൊന്നുമില്ല. ഇത് പഞ്ചാബിൽ നിന്ന് എടുത്തുള്ള ഡോഗാണ്. ഓക്കെ. എല്ലാ ഡോഗിന് ഏകദേശം ഒരേ ഒരു റേഞ്ച് രോഗങ്ങൾ തന്നെ ഇപ്പോൾ വരാൻ ചാൻസ് ഉള്ളല്ലോ ശരിക്കും? സാധാരണ ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വരാറില്ല. നമ്മളതിന് പ്രതിരോധ വാക്സിൻ ഉണ്ട്, എടുക്കുന്നുണ്ട്. പിന്നെ അതിന് വൈറ്റമിൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഭക്ഷണമാണ് വളരെ ശ്രദ്ധിച്ചു കൊടുക്കേണ്ടത്. എല്ലാം വളരെ കൃത്യമായ സമയത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം നോക്കണമായിരിക്കും കാര്യങ്ങൾ. അതല്ലേ, പൊതുവേ ഹെയർ ഇല്ലാത്ത ഡോഗ്സിനെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നുണ്ടല്ലോ ശരിക്കും? തുടക്കക്കാർക്കൊക്കെ അതിനേത് ബെറ്റർ അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ കുറച്ച് ഏരിയകൾക്കൊക്കെ ഇത് പറ്റിയ ഡോഗാണല്ലേ? ഏരിയയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുറച്ച് സ്ഥലമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി ഗാർഡിങ്ങിന് ബെറ്റർ ആണല്ലേ? ഓക്കെ ഓക്കെ. അറ്റാക്കിംഗ് മൈൻഡ് ഉള്ള ഡോഗാണത്? അറ്റാക്കിംഗ് മൈൻഡ് ഉണ്ട്, പക്ഷെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ വളർത്തുന്ന രീതി അനുസരിച്ചാണ് അതിന്റെ അറ്റാക്കിംഗ് മൈൻഡ് കുറയുന്നത്. ഇതിപ്പോ സാധാരണ മറ്റു മൃഗങ്ങളായിട്ടൊന്നും പോലും ഇപ്പൊ ഒരു കുഴപ്പമില്ല. മറ്റു ഡോഗ്സ് ഒക്കെ ആയിട്ടൊന്നും വലിയ പ്രശ്നം കാണാറില്ല. വലിയ പ്രശ്നമുള്ള ഡോഗ് അല്ല. ചിലവർക്ക് പറയുന്നത് അങ്ങനെ മറ്റു നായ്ക്കളെ കടിക്കുന്നു, പക്ഷെ ഇവിടെ ഒരു പ്രശ്നമാണ്, ഒരു കുഴപ്പമില്ല. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് പിന്നെ വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള സവിശേഷതകളോ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളോ ഒന്നും? സ്പീഡാണ്, ആക്റ്റീവ് ആയിട്ടുള്ള ഡോഗാണ്. സ്റ്റഡിങ് ഉണ്ട് അതിന്റെ അവിടെ? എല്ലാത്തിനും സ്റ്റഡിങ് കൂടെ അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റഡിങ്ങിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചേട്ടനെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചേട്ടൻ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിർത്താനുള്ള സൗകര്യം ഉണ്ട്. നിർത്താനുള്ള സൗകര്യം ഉണ്ട്. 2-3 പ്രാവശ്യം വരേണ്ടി വരും. കൊണ്ടുപോയി ഇത് മാറ്റിംഗ് ആയിട്ട് കൊണ്ടുപോയാൽ മതി അല്ലേ? ബോർഡിംഗ് സൗകര്യം നമുക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ അത് വിൽക്കാനുള്ള സൗകര്യം ഞാൻ ചെയ്തു കൊടുക്കും. ഇത് ബോക്സറാണ്. അത് 2 വയസ്സായിട്ട് ബോക്സർ ആണല്ലോ. എത്ര കാലങ്ങളായി ചേട്ടൻ്റെ കയ്യിൽ കിട്ടിയിട്ട്? ഒരു വർഷമായി കയ്യിൽ കിട്ടിയിട്ട്. ചേട്ടാ നമ്മുടെ പ്രേക്ഷകർക്ക് ബോക്സർ എന്ന് പറഞ്ഞൊരു ഡോഗിനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്, അവനെ കെയർ ചെയ്യേണ്ടത്, എത്രയാണ് ഇതിന്റെ വില വരുന്നത്, ക്വാളിറ്റി, അതെല്ലാം പറഞ്ഞു കൊടുക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ബോക്സർ എന്ന് പറഞ്ഞാൽ ജർമ്മനിയാണ് അതിന്റെ ജന്മദേശം. ജർമ്മനി അല്ലേ? 10 മുതൽ 12 വയസ്സ് വരെയാണ് അതിന്റെ ലൈഫ്. പിന്നെ അധികം ചൂട് പറ്റില്ല, നമ്മൾ നോക്കണമായിരിക്കും. മുഖത്തൊക്കെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പഞ്ഞി കൊണ്ടാണ് തുടച്ചു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇവർക്ക് വരുന്നത്. അല്ല അത്രേ ഉള്ളൂ, കണ്ണിൽ പിളരുമ്പോൾ തുടയ്ക്കുക, അത്ര ചെറിയ കാര്യങ്ങൾ. നല്ല കെയറിങ് ആവശ്യമായുള്ള ഒരു ഡോഗാണ് ബോക്സർ എന്ന് പറയുന്നത്. എല്ലാ സാഹചര്യത്തിലും ജീവിക്കാൻ അവർക്ക് പറ്റുന്ന ഒരു ഡോഗാണ്. ഇപ്പൊ ഇത് മെയില ഫീമെയിൽ ഫീമെയിൽ ഡോഗാണ്. അപ്പോ ഇതിന്റെ പെറ്റാണ്. നമുക്കത് അകത്തിട്ട് വളർത്താം, പുറത്തിട്ട് ഗാർഡിങ്ങിന് വളർത്താൻ പറ്റും. വളർത്തണ മാതിരി അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ചേട്ടാ ഇപ്പൊ ഇതിന്റെ ഒരു ക്വാളിറ്റി, ഇപ്പൊ ബോക്സറിന് ഇപ്പൊ എന്നെ പോലെ ഒരാള് ബോക്സർ എന്ന് പറഞ്ഞൊരു പപ്പിനെ ആവശ്യപ്പെട്ട് വരാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കണം? ഈ ഒരു ഡോഗിനെ ആയിട്ട് നമുക്ക് അതിന്റെ ക്വാളിറ്റി പറയാൻ പറ്റും? അതിന്റെ ടീത്ത് ഒക്കെ കറക്റ്റ് നോക്കണം, അതിന്റെ റിവീൽസുകൾ നോക്കണം. പിന്നെ അതിന്റെ കളർ മാർക്കിംഗ്, ഇത് ഒരുപാട് കളർ വരും. ബോക്സർ കളർ വരുന്നുണ്ട്. നമ്മുടെ ഈ കളർ ഏതാണ്? ബ്രിൻഡൽ എന്ന് പറയാം. ബ്രിൻഡൽ കളറാണ് ഈ സംഭവം വരാം. ഇങ്ങനെ ഒരു ലൈൻസും കാര്യങ്ങളൊക്കെ വരണല്ലേ? ഓക്കെ ഓക്കെ. ഇതിന് പപ്പീസ് അവൈലബിൾ ആണോ? ആവാറായിട്ടുണ്ട്. അപ്പൊ ഏകദേശം ബ്രീഡ് ആണല്ലോ, പെട്ടെന്നല്ല ആവാറായിട്ടുണ്ട്. ഇപ്പൊ കൺസീവ് ആണ് ഒരെണ്ണം. കൺസീവ് ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ സെയിൽ ഇപ്പൊ ബുക്കിംഗ് കാര്യങ്ങളൊന്നും ആയിട്ടില്ലല്ലോ? നമ്മൾ പ്രേക്ഷകർ പറഞ്ഞതനുസരിച്ച് നമ്മൾ ബുക്ക് ചെയ്ത് ആദ്യം വിളിക്കുന്നവർക്ക് ആദ്യമായിട്ട് കൊടുക്കൂല്ലേ? അപ്പൊ നമ്മുടെ പ്രേക്ഷകർ ഇപ്പൊ വേണമെന്ന് പറയുകയാണെങ്കിൽ ചേട്ടൻ കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല? കൊടുക്കാം തീർച്ചയായും. അപ്പൊ നിങ്ങൾക്ക് ഒരു ബോക്സറിന്റെ പപ്പിന് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കാനിയത്ത് കെനൽസിക്ക് വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ബോക്സർ 4 ഉണ്ട്, 3 ഫീമെയിലും ഉണ്ട്, 2 മെയിലും ഉണ്ട്. 2 മെയിലുണ്ട്. അതിൽ കൊടുക്കാനെന്നുള്ള ഇതൊക്കെ നമ്മളോട് നിർത്തുന്നത് നമ്മൾ കൊടുക്കും. എനിക്ക് വലുതാണെങ്കിലും കൊടുക്കും. ഇതൊക്കെ നമ്മുടെ പാരന്റ് സ്റ്റോക്ക് ആണ് കയ്യിൽ നിൽക്കുന്നില്ല. ഓക്കെ ഓക്കെ. പിന്നെ മെയിലും ഫീമെയിലൊക്കെ ഉണ്ട് കയ്യിൽ. ഒക്കെ സ്റ്റഡിങ്ങിന് വേണ്ടി നമുക്ക് പുറത്തേക്ക് കൊണ്ട് ആവശ്യമില്ല, ഒക്കെ ഇവിടെ തന്നെ പുറമെ ആൾക്കാർക്ക് മേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ. അത്യാവശ്യം നല്ല കാണുമ്പോൾ തന്നെ കാഴ്ചയിൽ കാഴ്ചയിലുണ്ട്, നല്ല ഇണക്കാണ്. വളർത്തുന്നവരുടെ അടുത്ത് വളരെ ഇതാണ്, കണ്ടില്ല ഇരിക്കുന്നുണ്ട്. നല്ല ഡോഗാണ്.
ഡോറ എന്നാണ് അവരുടെ പേര് അല്ലേ? ഡോറ ബുജിയിലെ ഡോറയാണോ? അങ്ങനല്ല പറയില്ല, ഇഷ്ടമായിട്ട പേരാണ്, ഇഷ്ടമുള്ള പേരാണ്. അപ്പൊ എന്തായാലും ചേട്ടൻ ഈ ഒരു കനൽ എന്തായാലും നല്ലൊരു രീതിയിൽ എത്ര 25 വർഷമായി നമ്മുടെ ഒരു കനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങിയിട്ട് പിന്നെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഏത് സമയത്ത് കൊണ്ടുവരാനുള്ള സൗകര്യമുണ്ട്. ഇപ്പൊ ചേട്ടൻ പുറത്തുനിന്നൊക്കെ ഇങ്ങനെ ഡോഗുകൾ കൊണ്ടുവരണ്ട്, ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയത് നായകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം നമ്മുടെ ഈ ഒരു കെനലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു കെനൽ എന്തായാലും നമുക്കിപ്പോൾ ഒരു പ്രേക്ഷകൻ വന്ന് ഇവിടെ കെനൽ വിസിറ്റ് ചെയ്യണം, ഇപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ അടുത്ത് വിസിറ്റ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് കാണാനുള്ള സൗകര്യം ചേട്ടൻ ഒരുക്കി കൊടുക്കില്ല? നമ്മുടെ പ്രൊജക്ടിന്റെ ആൾക്കാരൊക്കെ വന്ന് കാണാറുണ്ടല്ലോ. വിദേശ ബ്രീഡും മാത്രമല്ല ഇന്ത്യൻ ബ്രീഡും ഉണ്ട്. മുതൽ ഹൗണ്ട് ഉണ്ട്, രാജപാളയുണ്ട്, അങ്ങനത്തെ കന്നി, അങ്ങനത്തെ ബ്രീഡുകളൊക്കെ എൻ്റെ ഉണ്ട്. എല്ലാ ഡോഗും ഉണ്ട്. ഇപ്പൊ എല്ലാന്ന് പറയില്ല, എത്രയോ ഏകദേശം അനുസരിച്ചിട്ടുള്ള ഡോഗുകളുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ സാധാരണക്കാരെ ആവശ്യപ്പെട്ട് വരുന്ന ഏത് ഡോഗിനും നമുക്ക് കൊടുക്കാനുള്ള സാധനങ്ങളുണ്ട്. ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ അതിനുള്ള സൗകര്യം ഉണ്ട്, നമുക്കത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് നോക്കിയിട്ട് അതിലിപ്പോ പല ടൈപ്പ് അനുസരിച്ചാണ്. ഷോ ക്വാളിറ്റി ആണെങ്കിൽ അതുണ്ട്, ആവറേജ് ആണെങ്കിൽ അതുണ്ട്, ഇനിയിപ്പോ അതെല്ലാം കാവലിനാണെങ്കിൽ അത് പറ്റിയതുണ്ട്. എല്ലാം സെറ്റ് എല്ലാം നല്ലതാണ്, ഒക്കെ 100% പറഞ്ഞത്. അതായത് പറ്റിയതനുസരിച്ച് നമ്മളുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ബോക്സർ എന്ന് പറഞ്ഞ ഒരു ഡോഗിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇവര് ഹൈറ്റ് ഏകദേശം ഈ ഒരു ഹൈറ്റ് തന്നെ വരണമെന്നുണ്ടല്ലോ, ഒരു ഹൈറ്റ് എത്ര വരാൻ പാടുള്ളൂ. ഓക്കെ ഓക്കെ. എന്തായാലും നല്ല ഇണക്കായിട്ടുള്ള ഒരു പെറ്റ് ഡോഗ് ആണ് ഈ ഒരു ഡോഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇണക്കാണ്ട് അത്യാവശ്യം വേണ്ടി വന്ന ഗാർഡിനും പറ്റുന്ന ഒരു ഡോഗ് കൂടിയാണ് നമ്മുടെ ബോക്സർ. വളർത്തുന്നവരുടെ ഏത് ഡോഗ്സും നല്ല പെറ്റായിരിക്കും, എല്ലാവരുടെ ആയിക്കൊള്ളുന്നില്ല. എല്ലാവരുടെ അടുത്തും അതെ അതെ. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഡോഗിന്റെ വിശേഷങ്ങൾ. പിന്നെ നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്ന ഡോഗ് ഏതാണ്? ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോണത് ഗ്രേഡേനെ നമുക്ക് പരിചയപ്പെടാം അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ഗ്രേഡേന്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക്. ഗ്രേഡേ എന്ന് പറഞ്ഞാൽ വേറൊരു ബ്രീഡും കൂടിയാണ്. ഗ്രേഡേനാണ് ഈ ഒരു ഡോഗിന്റെ പേര് അല്ലേ? ഫീമെയിൽ ഡോഗാണ്. എത്ര ഏജ് ആയിട്ട് ചേട്ടി ഒരു ഡോഗിന്? ഇതിന് 9 മാസം. 9 മാസത്തെ ഡോഗാണ്. അപ്പൊ ഇത് മെയിലോ ഫീമെയിൽ? ഇത് ഫീമെയിൽ ഡോഗാണ്. ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോ എന്നെ പോലെ ഒരു കാഴ്ചക്കാരൻ കണ്ടപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹൈറ്റ് ഉള്ള ഒരു ഡോഗാണ്. ഹൈറ്റും പിന്നെ അതുപോലെ പുലിയുടെ പോലെ നിറച്ച് ലൈൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഡോഗാണ്. അപ്പൊ ഇതിന് എന്തെങ്കിലും പേരുണ്ടാവും, കളർ കോമ്പിനേഷനും അല്ലെങ്കിൽ അതിന്റെ ഒരു ഇതിനൊക്കെ ഒരു പേരുണ്ടോ? അതൊക്കെ ഒന്ന് പ്രേക്ഷകർ വേണ്ടി പറഞ്ഞു. കളറിന്റെ ബ്രിൻഡൽ എന്ന് പറയും. ബ്രിൻഡൽ കളർ, ലൈൻ ഒരുപാട് കളർ വരും. ടൈഗർ ലൈൻ എന്ന് പറയും, ബ്രിൻഡൽ എന്നും പറയും. ഇത് നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ഹൈറ്റ് ഉള്ള ഒരു ഡോഗ്. വലിപ്പങ്ങളില് ഇവരാണ് ഏറ്റവും ഒന്നോ രണ്ടോ സ്ഥാനത്തൊക്കെ വലിപ്പത്തിൽ ഇവരാണല്ലോ മുമ്പ്. ഗ്രേറ്റ് അല്ലേ? ഓക്കെ ഓക്കെ. ഇതിന്റെ പപ്പീസ് ഒക്കെ ഇവിടെ എങ്ങനെയാണ് ആവാറായിട്ടുണ്ട്? അപ്പൊ ഇതിപ്പോ എത്രാമത്തെ പ്രസവമൊക്കെ കഴിഞ്ഞ ഡോഗാണ്? ഇല്ല, ഇത് ഫസ്റ്റ് ഹീറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ മെയിൽ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് ഇതിന്റെ പപ്പീസ് ഏകദേശം വില എങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഒരു വീഡിയോയില്? നല്ലൊരു 14 മുതൽ നല്ല കുട്ടികൾ 30,000 വരെ ഒക്കെ വരും. 30,000 വരെ ക്വാളിറ്റി കളർമാർക്ക് പാരന്റ്സ്. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയില് വില ഈ ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വില നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും പല വില ആയിരിക്കുമല്ലോ ചേട്ടാ? അപ്പൊ നമ്മൾ ഈ ഒരു ഇതിന്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം കൊടുക്കുന്ന വിലയാണ് ഈ ഒരു വില. അപ്പൊ നിങ്ങളുടെ അടുത്ത് പല വിലയ്ക്കും കിട്ടിയിരിക്കുക. പക്ഷെ ഇവിടുത്തെ ഡോഗിന്റെ നല്ല ക്വാളിറ്റി ഉള്ള ഡോഗാണ്, അതിനുള്ള വിലയാണ് ചേട്ടൻ പറയുന്നത്. അതിന് കുറവിന്റെ ക്വാളിറ്റിയിലും വരാറുണ്ട്. കുറവിന്റെ ക്വാളിറ്റി ഫീമെയിൽ കുറച്ച് ക്വാളിറ്റി കുറവാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ക്വാളിറ്റി വില കുറയും അല്ലേ? അതാണ് രണ്ട് ഭാഗം മദറും ഫാദറും നന്നായിട്ട് വരെ നല്ല കളർമാർക്ക് വരുമ്പോൾ വിലയുണ്ടായിരിക്കും. അതെ അതെ. ഇതൊക്കെ തിരിച്ചു വന്നാൽ വില കുറയും. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കനലിന്റെ പേര് കാണിയത്ത് കനലിൽ വന്നിട്ട് ഇതിന്റെ പാരന്റ് സ്റ്റോക്കിനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഡോഗിനെ മേടിക്കാം. എല്ലാത്തിന്റെയും പാരന്റ് സ്റ്റോക്ക് മെയിലും ഫീമെയിലും പുറത്ത് സ്റ്റഡ് ചെയ്യുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല. എല്ലാം ഇവിടെ തന്നെയാണ് സ്റ്റഡിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് മെയിലിനും ഫീമെയിലിനും കണ്ടിട്ട് പപ്പീസിനെ എടുക്കാം. തീർച്ചയായും നിങ്ങൾക്ക് ഇവിടുന്ന് നല്ല പപ്പീസിനെ തന്നെ നമ്മുടെ ചേട്ടൻ തരുന്നതാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇത് കൊടുക്കാനായിട്ടുണ്ട് ഇപ്പോൾ കയ്യിൽ? കൊടുക്കാറായിട്ടില്ലേ പപ്പീസ്? ഇല്ല, ഇപ്പോൾ ഒരു ബാച്ചിലതൊക്കെ ബുക്കിംഗ് ആണ്. ഇനിയിപ്പോൾ അടുത്തത് ആവണം. അപ്പോഴാണ് നമുക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാലോ ചേട്ടാ? അപ്പോൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. നല്ല ഡോഗാണ്. തീർച്ചയായും ഇതിന്റെ പാരന്റ്സിനെ വന്ന് കണ്ടിട്ട് നമ്മൾ കണ്ടിട്ട് എടുത്താൽ മതി. അപ്പോൾ പിന്നെ ചേട്ടാ നമ്മുടെ ഈ ഒരു ഗ്രേഡ് എന്ന് പറഞ്ഞൊരു ഡോഗിന് വരുന്ന രോഗങ്ങൾ, ഇപ്പം എല്ലാ ഡോഗിനും വ്യത്യസ്തമായ രോഗങ്ങളായിരിക്കും, കണ്ണിനായാലും അങ്ങനെ. അപ്പോൾ ഇതിന് ഗ്രേഡ് എന്ന് പറഞ്ഞൊരു ഇതിനെങ്ങനെ കെയർ ചെയ്യാം നമുക്ക്? നമ്മളിപ്പോൾ ഏത് ഡോഗിനും നമ്മൾ ഈ ഒരു 42 ദിവസം കഴിഞ്ഞാൽ പ്രതിരോധ വാക്സിൻ എടുക്കും. പിന്നെ റാബിസിന്റെ എടുക്കണം.
റാബിസിന്റെ എടുക്കും ഇതൊക്കെ പ്രതിരോധ വാക്സിനാണ്. നോർമൽ അങ്ങനെ അസുഖമൊന്നും വരാറില്ല. പിന്നെ ഇപ്പൊ സ്കിന്നിനൊക്കെയാണ് വരിക. അതിനുള്ള മെഡിസിൻ ഉണ്ടല്ലോ. ഇവർക്ക് കണ്ണിന് അങ്ങനെ വല്ല അസുഖങ്ങൾ അങ്ങനെ വലിയതായിട്ട് വരാറില്ല. ഇല്ലല്ലേ. ഇപ്പൊ ചേട്ടൻ നമ്മളിവിടെ ഡോഗിന്റെ പപ്പീസിനെ സെയിൽ ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ്സ് അടക്കമാണ് നമ്മൾ കൊടുക്കുന്നത്. അതെന്താ വെച്ചാൽ KCAD സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്. അത് ഇപ്പൊ ഭൂരിഭാഗം പേര് അത് എടുക്കുന്നില്ല. ഷോകളുടെ കമ്പം കുറഞ്ഞ ആൾക്കാർ ഇപ്പൊ ആൾക്കാർ പട്ടി വാങ്ങിച്ച ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇട്ടിട്ടാണ് സെയിൽ ചെയ്യുന്നത്. അതായത് ഇപ്പൊ പെൺപട്ടിയുടെ ആൾക്കാരാണ് ഇതിന് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത്. നമ്മൾ എടുക്കാതെ എടുത്തിട്ട് എടുക്കണമെന്ന് വലിയ കാര്യമൊന്നുമില്ല. എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയും നല്ലതൊക്കെ ചിലർ എടുക്കാറുണ്ട്. എടുക്കാറില്ല. അപ്പൊ എന്തായാലും ബ്രിൻഡൽ കളർ അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു കളർ തന്നെയാണ് ബ്രിൻഡൽ. ഹെർലിക്യൂർ ഉണ്ട്, മെർലിക്യൂർ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇതിന് തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പല കളറിലും വരും. മെയില് ഹെർലിക്യൂനാണ്. അപ്പൊ ഇഷ്ടംമാതിരി കളർ വരാം. 7, 8, 10 കളറുകളൊക്കെ. ഇത് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഡോഗാണോ? ഇതിന്റെ ലൈനേജ് എങ്ങനെയാണ്? പുറത്തുനിന്ന് കൊണ്ടുവന്നതിന്റെ കുട്ടിയാണ്. ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നതിന്റെ കുട്ടിയാണല്ലേ ഈ സംഭവം. ഇവർക്ക് 8-10 വയസ്സ് വരെയാണ് ഇതിന്റെ ലൈഫ് വരുന്നത്. അധികം ഹെയർ ഇല്ലാത്ത കാരണം പിന്നെ ഒരു മെയിൻ്റെനൻസ് ഒക്കെ സിമ്പിൾ ആയിരിക്കുമല്ലോ. എന്തായാലും ഇതിപ്പോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കൈ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗേറ്റിന്റെ അടയ്ക്ക്. എന്റെ ഫാമിലിത്തെ ഏറ്റവും ചെറിയ ബ്രീഡാണ്. ഇതിന്റെ പേരൊന്ന് പറയാം. മിനിയേച്ചർ പിഞ്ചർ. ഇപ്പൊ നമ്മുടെ ഡോഗിൽ തന്നെ ഏറ്റവും ചെറിയ ഡോഗുകളാണോ ഇത്? ഏറ്റവും ചെറിയ ഡോഗ് അല്ലേ? ഓക്കെ. ഇവന്റെ സവിശേഷത എന്ന് പറയുന്നത് ഇവന്റെ വലിപ്പ കുറവ് തന്നെയാണ് ഇവന്റെ സവിശേഷത. പ്രാധാന്യം. പിന്നെ ഇവനെ എങ്ങനെ ഇവനെ ശരിക്കും പറഞ്ഞപ്പോ നമ്മള് മറ്റു ഡോഗിനെ അപേക്ഷിച്ച് ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഡോഗാണ്. ഷേപ്പും അത് തന്നെയാണ് സംഭവം. ഷേപ്പും കളറും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ എന്ന് പറഞ്ഞെങ്കിൽ ഇതിപ്പോ ചെയ്യണമെങ്കിൽ എത്ര ഉണ്ട് ഈ ഒരു ഡോഗിന്റെ കളക്ഷൻ? ഇത് എങ്ങനെയാണ് കൂടുതൽ ആൾക്കാർ അന്വേഷിച്ച് വരുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഒരു ഡോഗാണോ ഇത്? ഫ്ലാറ്റ് സംസാരം ടൗണിലുള്ള ആൾക്കാർക്കൊക്കെ സ്ഥലപരിമിതികൾക്കൊക്കെ ഇതിനാണ് കൊണ്ടുപോകുന്നത് ഡിമാൻഡായിട്ട് ഇതിന് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പപ്പീസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങാവുന്ന ഒരു ഡോഗും കൂടിയാണ്. ഫ്ലാറ്റിൽ വളർത്തുന്നവർക്കും ഫ്ലാറ്റിലല്ലാത്തവർക്കും വേണമെങ്കിൽ വളർത്താവുന്ന ഒരു ഡോഗാണ് അല്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ആളെ എപ്പോഴും ഭയങ്കര ആക്റ്റീവായിട്ട് സതീഷേണ്ട മടിയിൽ നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ചേട്ടാ ഇതിന്റെ പപ്പീസിനെ എങ്ങനെയാണ് ഏകദേശം എത്ര എന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പപ്പീസ് 8 മുതൽ 15 വരെ അത്രേ ഉള്ളൂ. മാക്സിമം എത്ര വലിയ ക്വാളിറ്റി ആയാലും അല്ലേ? നമ്മുടെ ക്വാളിറ്റി അതനുസരിച്ചാണ്. ജർമ്മൻ ഷിപ്പേർഡ്. ഇതിപ്പോ ചേട്ടാ ജർമ്മൻ ഷിപ്പേർഡ് 2 ഐറ്റം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിൽ ഏത് ഐറ്റം ആണ്? ഇത് ലോങ് കോട്ടാണ് ഇതിന്റെ ഇതെന്ന് പറയുന്നത്. ഹെയർ കൂടുതലുള്ള കാരണമാണ് ലോങ് കോട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇതിന്റെ മെയിൻ്റെനൻസും കാര്യങ്ങളും എങ്ങനെയാണ്? ഒരുപാട് ഹെയർ ഉള്ള കാരണം മെയിൻ്റെനൻസ് കൂടുതലുള്ള ഒരു ഡോഗാണ്. കാവൽ നായാണ് ശരിക്കും. കാവൽ നായാണ് നമ്മുടെ ഇന്ത്യൻ പോലീസ് സേനയില് ജർമ്മൻ ഷെപ്പേർഡ് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഡോഗാണ്. ബുദ്ധിയുണ്ട്. ലൈഫ് 9 മുതൽ 13 കൊല്ലം വരെയാണ്. ജർമ്മനിയാണ് ഒരു സ്വദേശം. ഇപ്പൊ ഇത് സ്റ്റഡിങ് മെയിലാണോ? സ്റ്റഡിങ് മെയിലാണ്. ഇതിന്റെ പപ്പീസ് കൂടെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പപ്പീസിനൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കെനൽസിക്ക് വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാം. അപ്പൊ നമ്മുടെ വിലയിൽ പറയില്ലോ? വില പറഞ്ഞില്ല. ഇതിൽ മീഡിയം കോട്ടുണ്ട്, ഷോർട്ട് ആണ്. എല്ലാ സെക്ഷനിലുള്ള ഡോഗും മെയിലും 3-4 മെയിലുണ്ട്, ഫീമെയിലും ഉണ്ട്. ജർമ്മൻഷെപ്പേർഡ് ഉണ്ട്, അത്യാവശ്യം ഫീമെയിൽ ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ കുട്ടികളൊക്കെ എപ്പോ വന്നാലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പപ്പീസ് അവൈലബിൾ ആണ്. ഇപ്പൊ ഉണ്ട് കുട്ടികൾ. പിന്നെ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് ബുക്കിംഗ് ആയിട്ടില്ലല്ലോ. നമ്മൾ പ്രേക്ഷകർക്ക് ഇപ്പൊ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഉണ്ട്, സംഭവം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും വന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ സർട്ടിഫിക്കറ്റ് അടക്കണോ ഒരു ഡോഗിനെ കൊടുക്കുന്നത്? സർട്ടിഫിക്കറ്റ് എടുക്കണവരുണ്ട്, എടുക്കാത്തതുണ്ട് അല്ലേ? ഓക്കെ. നമ്മൾ KC സർട്ടിഫിക്കറ്റ് ആണ് ഇതിന് കൊടുക്കുന്നത്. KC സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ ഇതിന്റെ പപ്പീസ് ഇപ്പോൾ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞത് എത്ര മാസം എത്തി പപ്പിയാണ്? 35 ദിവസമായതുകൊണ്ട് 50 ദിവസമായത്. 35-50 ദിവസമായുള്ളതുണ്ട്. അപ്പൊ നമ്മൾ 30 ദിവസത്തിലാണ് നമ്മളോട് സെയിൽ ചെയ്യുന്നത്. കൊടുത്തു തുടങ്ങും അല്ലേ? ഓക്കെ. ഇപ്പൊ ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഡോഗ് നല്ല ക്വാളിറ്റി ഉള്ള ഡോഗ് തന്നെയാണ് നമുക്ക് പറയാമല്ലോ. എന്തായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡോഗ് തന്നെയാണ്. നമുക്ക് കാണുമ്പോൾ പല നമ്മുടെ കനലിലെ ഡോഗുകൾക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ആയിട്ടുള്ള ഡോഗുകൾ നമ്മുടെ കയ്യിൽ വല്ലതുണ്ട്? എടുത്തിട്ടുണ്ടല്ലേ? ഓക്കെ. പല ഷോകൾക്കും കൊണ്ടുപോകാറുള്ള ഡോഗാണ്. മാവേലിക്കര മാതൃമയുടെ ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്നല്ലോ. 6-ാം തീയതി മുതൽ സെപ്റ്റംബർ 6 മുതൽ 16 വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പറവൂര് മുസരീസിന്റെ ഷോ നടക്കുന്നുണ്ട്. 13-ാം തീയതി മുതൽ 29-ാം തീയതി. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായോ? ഇതിൽ മാവേലിക്കര ഷോയില് ഈ നായപ്പോയിട്ട് ഇവന്റെ പെറ്റ് നെയിം ബക്ക് എന്നാണ്. ബക്ക് ഇവൻ പോയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും കാഴ്ചയിൽ തന്നെ ആളൊരു നല്ലൊരു
ശരിക്കും അത്യാവശ്യം കുറയ്ക്കുകയും ചെയ്യും. നല്ല ബുദ്ധിയാണ്, ബുദ്ധിയുള്ള ഡോഗാണുള്ളത്. സ്നേഹമുണ്ട്. നമ്മൾ മറ്റു ഡോഗിനെ വെച്ചുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഒരു ഇതായിട്ട് നിന്നായിരുന്നു. പക്ഷെ ഇവ നല്ല ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും താരാണ്. അതേമാതിരി നോക്കണം മാത്രം. അതെ. ഇത്തിരി മെയിൻ്റെനൻസ് വർക്ക് കൂടുതലുണ്ടെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഇവർക്ക് ഉള്ളൂ അല്ലേ? ആ ഒരു പ്രശ്നം ഈ ഓസൊക്കെ അടിച്ച് ചെവിയിൽ വെള്ളം പോയാൽ ഇവർക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. ചെവിയിൽ വെള്ളം പോയല്ലേ? ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ സാധാ പൈപ്പ് കൊണ്ട് നടിച്ചിട്ട് ഇവരുടെ അത് നമ്മൾ ശ്രദ്ധിക്കും. തന്നെ കുളത്തിൽ നീന്തിക്കാറുണ്ട്, കുഴപ്പമില്ല. അതൊന്നും പ്രശ്നമില്ല. ഡോഗിന് വേണ്ടി കുളം വരെ ഉണ്ടെന്നുണ്ടല്ലോ അവിടെ കുളിപ്പിക്കാനായിട്ട്. കുളം ഉണ്ട്, അത് സ്ഥലം കൊടുത്തേല് പോയി നമ്മളത് കഴുകുന്ന ചെയ്യുന്നല്ലേ? ഓക്കെ. അപ്പോ പിന്നെ വേറെ എന്തെങ്കിലും പറയാനുള്ള സവിശേഷതകളോ കാര്യങ്ങളോ? കണ്ണോ മൂക്കോ? നല്ല ഇതാണ് കണ്ടത്. അവനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കണം അത്രത്തോളം നിൽക്കും. ലൈഫും കൂടുതലാണ്. 13 വയസ്സ് വരെ എന്നൊക്കെ അതിനേക്കാളും 17 വയസ്സ് വരെയൊക്കെ ഉണ്ടായിരുന്ന നായ്ക്കളെല്ലാം ഉണ്ടായിരുന്നു അല്ലേ? ജർമ്മനിൽ തന്നെ? ജർമ്മനിലുണ്ടല്ലേ? ലോങ് നിൽക്കുന്ന നായ്ക്കളാണ്. അപ്പൊ പിന്നെ വേറെ നമുക്ക് പ്രത്യേകിച്ച് ഇവനെ എടുത്ത് പറയുന്ന ജർമ്മൻ ഷെപ്പേർഡിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ ഇവന് ഇത്ര ഹെയർ ലെങ്ത് വരണം അല്ലെങ്കിൽ കളർ കോമ്പിനേഷനോ? കളർ മാർക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, മാർക്കിംഗ് ആയിരിക്കണം. അതിന്റെ ബ്ലാക്ക് വരണം, ഇത് വരണം. എനിക്ക് ഇതിനേക്കാളും അതിന് വേറെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇതിനെടുത്തു മാത്രമേ. ഓക്കെ. ഇതിനാണ് ക്വാളിറ്റികൾ വേറെ നിൽക്കുന്നുണ്ട് ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഇത് നല്ലൊരു പെറ്റ് ഡോഗ് തന്നെയാണ്. സതീഷന്റെ ബെസ്റ്റ് പെറ്റ് ഡോഗ് അല്ലേ ഇത്? ബെസ്റ്റ് പെറ്റ് ഡോഗ് ആണ് സംഭവം. എന്റെ ഇഷ്ടപ്പെട്ടതില് ഇവനും ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ വേണമെന്ന് വെച്ചാൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഡോഗ് തന്നെയാണല്ലേ? ഇപ്പൊ നമ്മൾ വന്നപ്പോഴായാലും ഇപ്പൊ ഞാൻ പുറത്തുനിന്ന് വന്ന ഒരാളായാലും പോലും ഭയങ്കര സ്നേഹത്തോടു കൂടി ഞാൻ നിൽക്കുന്നത് മറ്റു ഡോഗിനെ പോലെ. അവന്റെ പരിധിയിലേക്ക് കിടന്ന് ഏതായി പറഞ്ഞാൽ മനസ്സിലാവും. പെട്ടെന്ന് ട്രെയിൻ ചെയ്യാനൊക്കെ ഏറ്റവും നല്ല ശ്രദ്ധ ഭയങ്കരമായിട്ട് നല്ലതാണ്. നല്ല ഓർമ്മയാണ്, നല്ല അലസനല്ല. കോക്കസ് സ്പാനിയൽ പറഞ്ഞ ബ്രീഡ്. കോക്കസ് സ്പാനിയൽ എന്ന് പറഞ്ഞ ബ്രീഡാണല്ലേ? ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ചേട്ടാ? ഇതിന്റെ നന്നായിട്ട് ഹെയർ ഉണ്ട്. ഇത് ആദ്യത്തെ താരാണ്. ലൂണാർ ചെരുപ്പിന്റെ പരസ്യത്തിലൊക്കെ ആദ്യ കാലത്ത് വന്ന നായാണ് ഈ ഒരു കോക്കസ് സ്പാനിയൽ എന്ന് പറഞ്ഞ ബ്രീഡാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അതിന്റെ ബ്രീഡ് കൂടെ വളരെ കുറവാണ്, റയറായി തുടങ്ങിയല്ലേ? ഇപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെവിയാണ്. ഇതിന്റെ പ്രത്യേകത ചെവി നല്ല നീളമുണ്ട്, അതുപോലെ ഹെയർ നന്നായിട്ടുള്ള ഒരു ഡോഗ് ആണല്ലോ. നല്ല സ്വഭാവമാണ്, അധികം ഫാമിലിക്കൊക്കെ പറ്റുന്നത്. ഡേഞ്ചർ ഡോഗ് അല്ല അത്? ഫ്ലാറ്റ് ഡോഗ് ആണോ അത്? ഫ്ലാറ്റിൽ വളർത്തും, വീടുകളിൽ കോമൺ ആയിട്ട് വളർത്തുന്ന ഡോഗ് ആണല്ലേ? മെയിൻ്റെനൻസ് കൂടും. ഹെയർ മെയിൻ്റെനൻസ് കൂടുതലുള്ള വരില്ല അതെന്തായാലും. ഓക്കെ. പിന്നെ ചേട്ടാ ഇതിന്റെ പപ്പീസ് ഒക്കെ ഇവിടെ എങ്ങനെയാണ് കൊടുക്കാനുള്ള ഇതുണ്ട്? പപ്പീസ് ആവാറായിട്ടുണ്ടല്ലോ. മാറ്റ് ചെയ്ത് പോയിട്ടുള്ളത്. ഇപ്പൊ അത് ഡെലിവറി ആവാറായിട്ടുണ്ട്. എത്ര തൊട്ട് സ്റ്റാർട്ടിങ് തുടങ്ങി എന്റെ പപ്പീസ്? 8,000 മുതൽ 15,000. നോർമൽ റേറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാണാനുള്ള ഒരു ഭംഗിയും കൂടി തന്നെ ഉണ്ട്. പിന്നെ ഇതിന്റെ കിട്ടാനില്ല, അതാ പ്രശ്നം. ചില സമയത്ത് ഇത് കിട്ടാനായിട്ട് ഇവിടെ പെൺപട്ടികൾ കുറവാണ് തൃശ്ശൂർ. കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ഡോഗാണ് കോക്കസ് സ്പാനിയൽ എന്ന് പറഞ്ഞൊരു ഡോഗ് അല്ല എന്തായാലും. ഇപ്പൊ ചേണ്ടയില് ഇപ്പൊ 2 എണ്ണം ഇവിടുന്ന് മാറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മുടെ ഒരു പ്രേക്ഷകൻ ഇപ്പൊ ഒരു കോക്കസ് സ്പാനിയൽ ഒരു പപ്പി വേണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റില്ല, എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. എല്ലാ വക കുത്തിവയ്പ്പുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്? അങ്ങനെയല്ല, അത് കുത്തിവയ്പ്പിന് 45 ദിവസം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മൾ കൊണ്ടുപോകുന്ന ആൾക്കാർ ചെയ്യേണ്ടതാണ്. മുമ്പ് പറയുകയാണെങ്കിൽ നമ്മൾ നിർത്തിയിട്ട് നമ്മൾ അത് വാക്സിനേഷൻ ചെയ്തിട്ട് കൊടുക്കും. ഓക്കെ. നമുക്ക് ജെല്ലാനും കൂടെ നിർത്താൻ പറ്റില്ല. ഒരു വർഷം കഴിഞ്ഞാൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ചേട്ടാ ഇതിന് എത്ര ടൈപ്പ് കളേഴ്സ് വരുന്നുണ്ട്? കോക്കസ് സ്പാനിയൽ എന്ന് പറഞ്ഞ കുറെ കളർ വരുന്നുണ്ടല്ലേ? ഇതിപ്പോ ബ്ലാക്ക് വരുന്നുണ്ട്, ഇതിപ്പോ ലെമൺ വൈറ്റും ബ്ലാക്കും കൂടി വന്നിട്ടുള്ളതാണ്, വൈറ്റും കൂടി വന്നിട്ടുള്ളതാണ്. ഒരുപാട് കളേഴ്സ് വരുന്നുണ്ടല്ലേ? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരിൽ കാണാത്തൊരു ഡിമാൻഡുള്ള റൈറ്റ് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ ആള്. ഇതിന്റെ തന്നെ ഗോൾഡൻ കളറും വരണ്ട, അതിനെ കുറച്ചുകൂടി ഡിമാൻഡ്. ഗോൾഡൻ കളർ വരുന്നുണ്ടല്ലേ? ഓക്കെ. പിന്നെ ഈ കോക്കസ് സ്പാനിയൽ എന്ന് പറഞ്ഞ ഇനത്തിന് നമുക്ക് എടുത്തു പറയാവുന്ന എന്തെങ്കിലും സവിശേഷതകളോ കാര്യങ്ങളോ? എല്ലാ ഡോഗിനും ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ പറയാനില്ല. എല്ലാ ഡോഗിനും ഏകദേശം ഓരോ കാറ്റഗറി ആയിരിക്കും. പിന്നെ ഹെയറിലും കാര്യങ്ങളൊക്കെയാണ് സ്വഭാവത്തിലൊക്കെ വ്യത്യാസം വരുള്ളൂ, ഭക്ഷണത്തില് വ്യത്യാസം. അതെ. അപ്പൊ നമ്മള് ഓരോ ഡോഗിനെ എടുക്കുമ്പോഴും നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ഡോഗിനും വ്യത്യസ്തമായുള്ള ഇതില്ല. ചെയ്യേണ്ടത് നീറ്റായിട്ട് നോക്കാം, ടിക്സ് വരാതെ നോക്കാം. ചെല്ല് വന്നു കഴിഞ്ഞാൽ പല അസുഖങ്ങൾ വരും. ഏത് ഡോഗിനും വരും. ടിക്സിന്നാണ്, അതായത് ചെള്ളിന്നാണ് രോഗങ്ങൾ വരാൻ അധികം ചാൻസ് വരുന്നത്. പിന്നെ വെള്ളമൊക്കെ വളരെ നീറ്റായിട്ട് വെച്ച് കൊടുക്കുക, ഭക്ഷണമൊക്കെ വെച്ച് നന്നായിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നങ്ങളും വരും. ഇത്രയും നായ്ക്കളുണ്ടായിട്ട് കാരണം അങ്ങനെ വലിയൊരു അസുഖങ്ങൾ വരുന്നില്ല. നോർമലുള്ള ചെറുക അസുഖങ്ങൾ വരുന്നത്. ഇത് സെന്റ് ബെർണാർഡ് എന്ന് പറഞ്ഞ ഡോഗാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ? സെന്റ് ബെർണാർഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഹെയറും കാര്യങ്ങളൊക്കെ ഈ ഡോഗിന് കാണുന്നുണ്ട്. മെയിൻ്റെനൻസ് നന്നായിട്ട് ബ്രഷ് ചെയ്ത് വളർത്തുന്ന ഒരു ഡോഗാണ്. അത്ര സിമ്പിളായിട്ട് നമുക്ക് ഒരാൾക്കും വളർത്താൻ പറ്റുന്ന ഒരു ഡോഗല്ല. വളർത്താൻ പറ്റും. ഓക്കെ. ഇതിപ്പോ സ്റ്റഡ് മെയിലാണോ? ഇത് മെയിലാണ്. ഇപ്പൊ ഇതിന്റെ ഏജും കാര്യങ്ങളൊക്കെ എത്രയാണ് ചേട്ടാ? 2 വയസ്സായിട്ടുള്ളൂ. 2 വയസ്സായിട്ടുള്ളൂ അല്ലേ ഡോഗിന്റെ കയ്യിൽ വന്നിട്ട്? 2 മാസമായിട്ടുള്ളൂ. 2 മാസം ഇതിലുള്ളോ ചേട്ടൻ്റെ കയ്യിൽ എത്തിയിട്ടില്ലേ? ഓക്കെ.
ഇതിപ്പോ എങ്ങനെയാണ് സ്റ്റഡിങ്ങിന് റെഡി ആയിട്ടുള്ള മെയിലാണോ? ആ സ്റ്റഡി ആയിട്ടുള്ളത്. ഇപ്പൊ അത് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത് പ്രോൺ മെയിലാണ്. അതിൽ വേറെ 2 ഫീമെയിൽസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ പപ്പീസ് ഇവിടെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടല്ലോ? പപ്പീസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഇപ്പൊ നമ്മള് ഒരു സെന്റ് ബെർണാർഡ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലേക്ക് കടക്കുമ്പോൾ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ടാവും. അതിന്റെ ഹെയർ ഇരുന്ന രീതി, അതുപോലെ തന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. അതെങ്ങനെയാണ് ചേട്ടാ കെയർ ചെയ്യുന്നത് ശരിക്കും? അതിനുള്ള ആൾക്കാരെ നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ബ്രഷ് ചെയ്യണം. പിന്നെ വൈറ്റമിൻസ് കൊടുക്കണം. മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ നിൽക്കൂല്ലേ? പിന്നെ ഭക്ഷണം പിന്നെ അഴുക്കിലെ സ്ഥലത്ത് കിടത്തുക, നല്ല വൃത്തിയായിട്ട് നോക്കുക. നല്ല കെയറിങ്ങോട് കൂടി വളർത്തേണ്ട ഒരു ഡോഗാണ് സെന്റ് ബെർണാർഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം നന്നായിട്ട് കുറയ്ക്കുകയും ചെയ്യും. കാവലിനും ഗാർഡിന് പറ്റിയൊരു ഡോഗാണല്ലോ. അത്യാവശ്യം വലിപ്പമുണ്ട്. കാഴ്ചയിലും ആളൊരു കൗതുകക്കാരൻ തന്നെയാണ്. കൗതുകക്കാരനാണ്. ഇപ്പൊ അതിന്റെ കണ്ണ് ശ്രദ്ധിച്ചാൽ പോലും വെള്ളം ഒലിക്കും തുടച്ചു കൊടുക്കണം. അത്രേ ഉള്ളൂ. ഓ, അങ്ങനെ ഒരുപാട് ചാൻസ് ഉണ്ടല്ലേ? കാലാവസ്ഥ വ്യതിയാനം വരും മാത്രമേ ഉള്ളൂ. ചൂടിന്റെ സിറ്റുവേഷൻ വരാന്നുണ്ടല്ലേ? അതിന് ചൂട് പറ്റില്ല. ഇപ്പൊ ഇതിന്റെ പപ്പീസിന് ഇവിടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ടാണോ സെന്റ് ബെർണാർഡിന്റെ ഇതിന്? അപ്പൊ നമ്മള് ഇതിപ്പോ ചേട്ടൻ നമ്മളൊരു തുടക്കം, അതായത് ഒരു സെന്റ് ബെർണാർഡിന്റെ ഏറ്റവും ലോ ക്വാളിറ്റി, അതായത് ഇപ്പോൾ ചേട്ടൻ കെനലിലല്ല മൊത്തത്തിൽ ഒരു ലോ ക്വാളിറ്റി പപ്പീനെ നമ്മൾ വാങ്ങണമെങ്കിൽ ഏകദേശം എത്ര രൂപയും തൊട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ചേട്ടൻ്റെ അറിവില്? ഒരു 18 മുതൽ 40 വരെയൊക്കെ വരാം. സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും താഴ്ത്തുനിന്ന് മേലേക്കുള്ള വില അല്ലേ? അപ്പോൾ ചേട്ടൻ കൊടുക്കുന്ന റേറ്റ് നമ്മുടെ ഒരു വീഡിയോയിൽ പറയണോണ്ട് അല്ല, അത് അങ്ങനെ അതിൻ്റെ കുട്ടിയും അതിൻ്റെ മാർക്കിങ്ങും അതിൻ്റെ നോക്കിയിട്ടാണ് വില വരിക. എല്ലാവരും ഒരേ വില കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ നല്ല ഡോഗിന്റെ പപ്പീസ് ആയാൽ പോലും ചിലപ്പോൾ എപ്പോഴും നല്ല സമയത്ത് വില കിട്ടിയെന്ന് വരില്ല. നല്ല രീതിയിൽ ഇറങ്ങണമെന്നില്ല അല്ലേ? ഇതിപ്പോൾ ഒരു സെന്റ് ബെർണാർഡ് അത്യാവശ്യം വലിയ ഡോഗാണല്ലോ. അപ്പോൾ ഈ ഒരു ഡോഗിനൊരു ലിറ്ററിങ്ങിൽ എത്ര പപ്പീസിനെ അവർ കിട്ടിയിട്ടുണ്ട് ഞാൻ, അല്ലെങ്കിൽ കിട്ടാറുണ്ട്? 8 മുതൽ 12 പപ്പി വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇപ്പം ഞാനൊരു പപ്പീനെ വാങ്ങാന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? അതായത് വിരയിടം വരുന്നത്, അതുപോലെ നല്ല മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ലൊരു ഹെൽത്തി ഡോഗായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇല്ല, നമ്മൾ 30 ദിവസം കഴിഞ്ഞ് കൊടുത്തു തുടങ്ങും. 30 ദിവസം കഴിഞ്ഞ് കൊടുത്തു തുടങ്ങും. വിരയുടെ മരുന്നൊക്കെ കൊടുത്തിട്ടാണോ? 20 ദിവസം വിരയുടെ മരുന്ന് കൊടുത്ത് പിന്നെ അതിൻ്റെ ഇതിപ്പോൾ ചിലതിനൊക്കെ നമ്മളിപ്പോൾ വാക്സിനേഷൻ കഴിഞ്ഞിട്ട് കൊടുക്കാറ്. വാക്സിനേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ പേപ്പർ വരാനായിട്ട് വെരിഫിക്കേഷൻ വരാൻ കുറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കും. നോർമൽ 34 ദിവസം നമ്മളൊക്കെ കൊടുക്കും. എന്താ മറ്റൊരു ബ്രീഡ് ബീഗിൾ ഡോഗാണല്ലേ അത്? ഓക്കെ. ഇതിന്റെ സവിശേഷത എന്തൊക്കെയാണ് ചേട്ടാ? ഇത് ലെമൺ വൈറ്റ് കളറാണ്. ലെമൺ വൈറ്റ് എന്ന് പറഞ്ഞ കളർ അധികം പേരിൽ കാണാത്തൊരു കളർ കൂടിയാന്ന് തോന്നുന്നു. ഇതുകൊണ്ട് പിന്നെ ട്രൈ കളറും ഉണ്ട്. അങ്ങനെ 2 ഇനം ഡോഗാണുള്ളത്. ചേട്ടാ, ഇത് നമ്മള് കാവൽ നായ ആയിട്ടാണോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഡോഗ് ആയിട്ടാണോ ഈ ഒരു ഡോഗ് ഉത്തമം? ഡോഗായിട്ടും വളർത്താം, കാവലായിട്ടും പറ്റുന്ന ഒരു ഡോഗാണല്ലേ? ഓക്കെ. ആളിത്തിരി ഡേഞ്ചറെന്ന് തോന്നുന്നുണ്ട്. കുറുമ്പായിട്ടാണ്. ഓക്കെ. ഇത് പെറ്റ് ഡോഗ് ആണ് ശരിക്കും അല്ലേ? ബീഗിൾ എന്ന് പറയുന്നത് അധികം ഹൈറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ മെയിൻ്റെനൻസോ കൂടുതലുള്ള ഡോഗ് അല്ല. ഭക്ഷണം കുറച്ച് മതി വളർത്താവുന്ന ഡോഗാണ്. ഇതിന്റെ പപ്പീസ് അവൈലബിൾ ആണ്? ഇതിന്റെ പപ്പീസ് അവൈലബിൾ ആണ്. ഇത് മെയിലാണുള്ളത്. ഇത് മെയിലാണ്. പപ്പീസ് അവൈലബിൾ ആണ്. ഇതിന്റെ തന്നെ ട്രൈ കളർ മെയിലുണ്ട്, 2 മെയിലുണ്ട്, ഫീമെയിൽ 2 പോകുന്നുണ്ട്. നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലേ? ഓക്കെ. ഇതിപ്പോ ചേട്ടാ, ഇത് നമ്മളിപ്പോ ഈ ഒരു ഡോഗിന് ട്രൈ കളർ, ഇത് ലെമൺ കളർ എന്നാ പറഞ്ഞത്. അപ്പൊ ഈ ലെമണും ട്രൈ കളറൊക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് ക്രോസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. മാർക്കൗട്ട് അങ്ങനെ ഒന്നും വരില്ല. കളർ ചേഞ്ച് ആയിട്ട് വരില്ല. ഓക്കെ. പിന്നെ ബീഗിളിന്റെ സവിശേഷതകൾ, ഇപ്പോ ബീഗിളിന്റെ ക്വാളിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ക്വാളിറ്റി നോക്കിയെടുക്കാൻ അറിയാം. അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല, നോക്കാൻ അറിയാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് കളേഴ്സുകൾ മിക്സ് ചെയ്ത് വരുന്ന കാരണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതിൽ ഡാർക്ക് ലൈറ്റ് ഒക്കെ ആയിട്ട് വരും. പിന്നെ കളർ മാർക്കിങ് വരും. അതൊക്കെ നോക്കിയിട്ട് എടുക്കണല്ലേ? നമ്മളെപ്പോഴും ഒരു പാരന്റ് സ്റ്റോക്ക് കണ്ടിട്ട് ഡോഗിനെ വാങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലതല്ലേ ശരിക്കും? ഓക്കെ. പിന്നെ ഈ ബീഗിളിന് വല്ല രോഗങ്ങൾ ഇപ്പം ചേട്ടൻ നമ്മൾ പല വീഡിയോസിലും അല്ലെ പല സ്ഥലങ്ങളിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോഗ്, അതായത് പ്രസവിക്കാറായ ഒരു ഡോഗ് പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോഗ് പ്രസവിക്കില്ല. അതിങ്ങനെ ഒരു ദ്രാവകം പോലത്തെ സംഭവമായിട്ട് അത് ആ ഒരു രോഗത്തിനെ കുറിച്ച് നമുക്ക് പ്രസവത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും കാട്ടും. പക്ഷെ പട്ടി പ്രസവിക്കില്ല. പട്ടികൾക്ക് മാത്രം കാണാൻ ഒരു പ്രതിഭാസമാണല്ലേ? പാലിറങ്ങും, വയറുണ്ടായിരിക്കും, മണ്ണൊക്കെ മാന്തി ഗഡിക്ക് പ്രസവിക്കില്ല. പക്ഷെ പ്രസവിക്കില്ല. ഫ്ലൂയിഡ് ആണോ അത്? അങ്ങനെ ചിലതങ്ങനെ വരും. അങ്ങനെ ചേട്ടനോട് അപൂർവമായിട്ട് വരാറുണ്ട്. പിന്നെ ഇപ്പൊ ഡോഗിന് നമ്മൾ ഡോഗിന് ഒരുപാട് അസുഖങ്ങൾ, പല ഡോഗിനും പല അസുഖങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഡോഗ് നമുക്ക് ഡോഗിനെ ഒരു അസുഖം വന്നിട്ട് അതിനെ പിടിച്ച് കിട്ടില്ല, നമുക്ക് ഇനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡോഗ് ചാവുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന വല്ല രോഗങ്ങൾ, അങ്ങനത്തെ മാരകമായ രോഗങ്ങൾ വരുന്നതിനെല്ലാവരും ഒരു വിധത്തിനൊക്കെ പ്രതിരോധ വാക്സിൻ ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ നോക്കണം മാറിയിരിക്കും കാര്യങ്ങൾ. വരുന്ന സ്ഥലത്ത് മിക്ക സ്ഥലങ്ങളും എല്ലാ സ്ഥലത്തും മിക്കവാറും സ്ഥലത്തും ഹോസ്പിറ്റൽ
വീട്ടിലുള്ള സേവനം ചോദിച്ചു. പിന്നെ അത്യാവശ്യം അവർ പറഞ്ഞു തരും. മെയിനായിട്ട് വൃത്തിയായിട്ട് നോക്കാൻ നല്ല ഭക്ഷണം കൊടുക്കും. നല്ല ഭക്ഷണം കൊടുക്കും. അപ്പോൾ അവരൊക്കെ വരാം. നമ്മൾ നല്ല രീതിയിൽ ഫുഡും കൊടുത്ത് അവരെ അതിൻ്റെതായ രീതിയിൽ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട വ്യായാമം കൊടുക്കണം. ഭക്ഷണം കൊടുക്കുന്ന കൂട്ടിട്ട് കയറില്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇത് കുറയും. എല്ലാ കാര്യങ്ങളും മെയിൻ്റെനൻസും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കിണലിൽ രോഗം എന്ന് പറഞ്ഞ സാഹചര്യം നമുക്ക് നീക്കാൻ പറ്റും. അപ്പം അതൊക്കെ തന്നെയാണ്. വാങ്ങിക്കാൻ പറ്റുമായിരിക്കാം, പക്ഷെ അത് വളർത്തി നോക്കണമെങ്കിൽ ആ ക്ഷമ അതിനെ ജീവിതത്തിലും കാട്ടേണ്ടി വരും. അതെ അതെ, അവിടെയാണ് പ്രശ്നം വരുന്നത്. ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും നോക്കാൻ പറ്റും. അരമണിക്കൂറെങ്കിലും ഒരു ദിവസം മെനക്കെട്ടാൽ പട്ടികൾക്ക് വലിയ അസുഖങ്ങളൊന്നും വരില്ല അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് കാനീത്ത് കിണലിലെ ഡോഗിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് തന്നെ മറക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അഡാർ പെറ്റ് സ്റ്റോറി വീണ്ടും എത്തുന്നതാണ്. അപ്പോൾ അതുവരെയ്ക്കും ബൈ.